അത്തംനാളിൽ പാലക്കാട് രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ വേറിട്ടൊരു സദ്യ നടന്നു. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെയും വെള്ളൂർ നവജീവനം ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് അത്തംനാളിൽ താമര സദ്യ നടത്തിയത്. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായ ചടങ്ങിൽ സുമേഷ് അച്യുതൻ MLA താമര സദ്യ ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രമുഖനായിട്ടുള്ള വ്യക്തി പ്രസംഗിച്ച വേദി ശുദ്ധീകരണം നടത്തുന്ന ഭരണഘടന ഒരുപാട് ഉത്തരവാദിത്വം വഹിക്കുന്ന ആള് പ്രസംഗിച്ച വേദി പോലും ശുദ്ധീകരണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ മനസ്സ് ഇപ്പോഴും തുല്യതയിലേക്ക് പലരും എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നമുക്ക് അവിടെ കൊണ്ട് എത്തിക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്കും. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്ന നിർത്തുക എന്നുള്ളത്, അത് തുല്യത മനസ്സിൽ കരുതിയാൽ മാത്രമേ. ഞാൻ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു. എൻ്റെ ആദ്യത്തെ തീരുമാനത്തിലും മുനിസിപ്പാലിറ്റിയിലെ കത്തിടപാടുകളിലൊക്കെ ഈ ബഹുമാന പുരസ്കാരം ബഹുമാനപ്പെട്ട ഈ തുല്യത ഇല്ലാതാക്കുന്ന ഒരു പ്രയോഗമാണ്. ഈ ബഹുമാനപ്പെട്ട സാറേ എന്നൊക്കെ ഞാൻ പരമാവധി ഉദ്യോഗസ്ഥന്മാർക്ക് സാറെ വിളിക്കരുതെന്നുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SB രാജു മുഖ്യാതിഥിയായി. പ്രകൃതി കൃഷി ആരോഗ്യ ജീവിത പ്രചാരകൻ KM ഹിലാൽ താമരസദ്യയെക്കുറിച്ച് വിശദീകരിച്ചു. പൗരാണിക കാലത്തെ പത്മഭോജനം എന്ന ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് വർഷത്തിൽ 1-2 തവണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന താമര സദ്യ, അതായത് പത്മഭോജനം, ഇത് പ്രകൃതിയിലെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടതും പോഷകമൂല്യം ഏറിയതുമായ സസ്യമായിട്ടുള്ള താമരയിലയും താമരപ്പൂവും താമരയുടെ തണ്ടും താമരയുടെ കിഴങ്ങും ഉപയോഗിച്ചുകൊണ്ടുള്ള വിവിധ തരം വിഭവങ്ങളും അതിൻ്റെ കൂടെ നല്ല പച്ചക്കറികളും ചേർത്തിട്ടുള്ള, പിന്നെ വിഷരഹിതമായി കൃഷി ചെയ്തെടുത്ത അരിയും ഇതിലെ പച്ചക്കറികളും ഒക്കെ തന്നെ വിഷരഹിതമായി പൂർണ്ണമായും കൃഷി ചെയ്തെടുത്തതാണ്. അതിന്റെ ഓരോരോ വിഭവങ്ങളാണ് നമ്മുടെ താമര സദ്യയിലുള്ളത്. അതുകൂടാതെ സൂപ്പും ഉണ്ട്, താമര സൂപ്പ്. പത്മഭോജനം എന്ന പേരിൽ പുരാതന കാലത്ത് വർഷത്തിൽ 1-2 പ്രാവശ്യം നടത്തിവന്നിരുന്ന താമരയില സദ്യയാണ് രാമശ്ശേരി ഗാന്ധി ആശ്രമം അങ്കണത്തിൽ പുനരാവിഷ്കരിച്ചത്. താമരയിലയും പൂവും തണ്ടുകളും താമരക്കിഴങ്ങും ഉപയോഗിച്ചുള്ള താമരപ്പൂ തോരൻ, താമര തണ്ട് കറി, താമരയില സൂപ്പ്, താമര സൂപ്പ്, താമര ചമ്മന്തി, താമരത്തണ്ട് അച്ചാർ, താമരയില ഉപ്പേരി, താമര സാമ്പാർ, താമര കൂട്ടുകറി, താമര അവിയൽ, താമര പായസം എന്നിവ കൂടാതെ തുമ്പപ്പൂ ചോറും ഉണക്കലരിച്ചോറും അടങ്ങുന്ന 12 വിഭവങ്ങളാണ് താമരസദ്യയ്ക്കായി ഒരുക്കിയത്. കർഷകപ്രഭ സംസ്ഥാന അവാർഡ് ജേതാവ് P ഭുവനേശ്വരി, MP സുകുമാരൻ, ഗാന്ധി ആശ്രമം വർക്കിംഗ് ഗ്രൂപ്പ് രക്ഷാധികാരി Dr. N ശുദ്ധോധനൻ തുടങ്ങിയവർ സംസാരിച്ചു. താമര കൃഷിയെയും താമര മൂല്യവർദ്ധന പദ്ധതിയെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടപെടൽ നടത്തുന്നതിന് കൃഷിവകുപ്പ് മുന്നോട്ട് വരണമെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.